ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന ആറാട്ടുപുഴയൊക്കെയാണ്. ആറാട്ടുപുഴയിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു കിടിലൻ ഇടവകയുണ്ട്, സെന്റ് മേരീസ് ചർച്ച് പല്ലിശ്ശേരി. ഇന്ന് അവരോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവരുടെ അടുത്തേക്ക് പോവാം. ലെറ്റ്സ് ഗോ വിത്ത് ജീസസ്, ചാറ്റ് വിത്ത് ജീസസ്. തൃശൂർ ജില്ലയിലെ പ്രകൃതി രമണീയമായ പല്ലിശ്ശേരിയിലെ ഈ മനോഹര ദേവാലയം അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ട് 130 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 1895 ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പ് ഇവിടുത്തെ കത്തോലിക്കരായ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി സമീപത്തുള്ള പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. 2006 സെപ്റ്റംബർ 27 അന്നത്തെ മാർപ്പാപ്പയായ മാർ ബെനഡിക്ട് 16 വെഞ്ചരിച്ച 6 അടി ഉയരമുള്ള മാതാവിന്റെ രൂപം റോമിൽ നിന്ന് കൊണ്ടുവരികയും പല്ലിശ്ശേരി പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തത് പല്ലിശ്ശേരി ഇടവകയുടെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു ഏടാണ്. അന്നു മുതൽ പുതിയ പള്ളിയിൽ എല്ലാ 2ാം ശനിയാഴ്ചകളിലും വചനപ്രഘോഷണം, ജപമാല റാലി, കുമ്പസാരം, ദിവ്യബലി, കൗൺസിലിംഗ്, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവയിൽ പങ്കെടുക്കുവാൻ ഇടവകയുടെ പുറത്തുനിന്നു പോലും ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം ലഭിച്ചവർക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരവും ആ ദിവസങ്ങളിൽ ലഭ്യമാണ്. ഏകദേശം 150ഓളം കുടുംബങ്ങളുള്ള പല്ലിശ്ശേരി ഇടവകയിൽ 116 വിദ്യാർത്ഥികളും 22 വിശ്വാസ പരിശീലകരും അടങ്ങുന്ന വിശ്വാസ പരിശീലന യൂണിറ്റ് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മളോട് കൂടെ ഇപ്പം ആയിരിക്കുന്നത് പല്ലിശ്ശേരി ഇടവകയിലെ എനർജറ്റിക് ആയിട്ടുള്ള യുവാവായിട്ടുള്ള വികാരിയസനാണ്. നമ്മളോട് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാനാണ്. അച്ഛാ, എന്തൊക്കെയുണ്ട് പല്ലിശ്ശേരിയിലെ വിശേഷങ്ങൾ? പല്ലിശ്ശേരിയെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹത്തിന് സന്തോഷത്തോടെ പോകുന്നു. നമ്മളിപ്പോ പല്ലിശ്ശേരി ഇടവക ദേവാലയത്തിലാണ്. എന്റെ കൂടെ ഉള്ളത് ഈ ഇടവക കുടുംബത്തിന്റെ കൈക്കാരന്മാരായിട്ടുള്ള 3 പേരിൽ 2 പേരാണ്. ഒരു ചേട്ടൻ പുറത്തേക്ക് വരും, ഇദ്ദേഹത്തിന്റെ പേര് ഷാജി, ഇദ്ദേഹം വർഗീസ് ചേട്ടൻ, ഇനി ലിയോ എന്ന് പറഞ്ഞ ചേട്ടൻ കൂടി 3 പേരും കൂടിയിട്ട് ഈ പള്ളിയുടെ ഏറ്റവും വലിയ ശുശ്രൂഷ നടത്തി ഞാനും കൂടി ചേർന്ന് പള്ളിയുടെ എല്ലാ കാര്യങ്ങളായിട്ട് ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഇടവക കുടുംബത്തിനോട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാ ഞായറാഴ്ചകളും നമ്മൾ സൺഡേ ചാറ്റിന്റെ എപ്പിസോഡുകളും കാര്യങ്ങളും എല്ലാ പ്രേക്ഷകരും എല്ലാ സഹോദരനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമെന്നോണം ഈ കുടുംബത്തിലേക്ക് വരാനായിട്ട് കാണിച്ച ഞങ്ങളുടെ വലിയ മനസ്സിനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവ കുടുംബത്തിന്റെ പ്രത്യേകത 1895 ഈ ഇടവ കുടുംബം സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ വളരെ പഴയ ഒരു ഇടവകളൊന്നാണ്. കാണുമ്പോൾ ചെറുതും തുടങ്ങും, എണ്ണം കൊണ്ട് ചെറുതാണ്. 170ഓളം കുടുംബങ്ങളുള്ള ഒരു കൊച്ചു ഇടവക കുടുംബമാണിത്. എന്നാൽ എണ്ണത്തിൽ ചെറുതാണെങ്കിലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആറാട്ടുപുഴ പൂരം അറിയാം. ഈ പ്രദേശം അത്യാവശ്യം കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ഈ ഒരു മാതാവിന്റെ പേരിലുള്ള ഇടവക കുടുംബം ഒരു വലിയൊരു ശക്തി സ്രോതസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ വിശ്വാസ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലോകമെങ്ങും അറിയിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ. അപ്പൊ മക്കളെ കുറിച്ച് നമ്മൾ ഇനി തുടർന്ന് കാണും. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്, നമ്മുടെ ഇടവക കുടുംബത്തിലെ മക്കൾക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബോണത്താലിയിൽ ബെസ്റ്റ് പെർഫോമൻസിലുള്ള സമ്മാനം കൂടി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഇടവകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായും അതിലെ കൊച്ചു ഇടവകളുടെ ഗണത്തിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ 30ഓളം ഇടവകൾ മത്സരിച്ച മത്സരത്തിൽ ബെസ്റ്റ് 3 പേരിൽ ഒരു ടീമായിട്ട് നമ്മുടെ മക്കളും ഉണ്ടായിട്ടുള്ളതാണ്. ഇടവ കുടുംബം ഉണ്ടെന്ന് വളരെ സന്തോഷമുള്ള കാര്യം. നമ്മുടെ സെന്റ് മേരീസ് ചർച്ച്, അതായത് പല്ലിശ്ശേരി നമ്മുടെ ഇടവ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദേവാലയത്തിലുള്ള മാതാവിന്റെ രൂപമാണ്. ഈ രൂപം 2006 സെപ്റ്റംബർ 27 നമ്മുടെ ദിവംഗതനായ മാർബൻഡിക് മാർപ്പാപ്പ വെഞ്ചരിച്ച് നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ്. എല്ലാ മാസവും 2ാം ശനിയാഴ്ച ആചരണം നടക്കുന്നുണ്ട്. മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും മാതാവിനെ കുറിച്ച് ധ്യാനിക്കാനും ആരാധനയൊക്കെ ആയിട്ട് ഉച്ചവരെ നമ്മൾ നടത്തുന്ന ഒരു പരിപാടി കൂടിയാണ് 2ാം ശനിയാഴ്ച ആചരണം എന്നുള്ളത്. അങ്ങനെ മാതാവിനോടുള്ള ഭക്തിയിൽ വളരാനും മാതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാനും ഇവിടുത്തെ മക്കള് പരിശീലിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാക്കാൻ അവർക്കൊരു അവസരം കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇടവ കുടുംബത്തിന് വലിയ പ്രത്യേകമായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും വളരെ ആക്റ്റീവായിട്ട് ഫുൾ ഓൺ ആയിട്ട് പോകുന്ന തീർച്ചയായും മാതാവിന്റെ മാധ്യസ്ഥത്തിൽ എല്ലാം ഭംഗിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇടവ കുടുംബം എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവരോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ചർച്ചയിലേക്ക് പോവാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു പോയിന്റാണ്, മറിയം വഴി അപ്പൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇല്ലാത്തവർ കുറച്ച് പേര് നേരെ അമ്മ വഴിയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക. അതേപോലെ നമ്മൾ നമ്മുടെ ഈശോയുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ആര് വഴിയാണ് പോവാറ്? മറിയം വഴി അല്ലേ? ഓക്കെ, അപ്പൊ മറിയം വഴി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഏതാണെന്നറിയോ? അമ്മോ, എല്ലാവർക്കും അറിയാലേ, അനുസരണ. അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത്? ഒരാൾ കൈപ്പൊക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. വാ, എന്താണ് പേരെന്താണ്? സെലിൻ. സെലിൻ. ഇപ്പൊ പല്ലിശ്ശേരി ഇടവകയിലെ സെലിനാണ് ഉത്തരം പറയാൻ പോകുന്നത്. നമുക്ക് ആ ഉത്തരം ഒന്ന് കേൾക്കാം. അനുസരണം എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ത്യജിക്കാണ്. അത് ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല നമ്മൾ ആഗ്രഹങ്ങൾ ത്യജിക്കുന്നത്. ഇപ്പൊ നമ്മൾ അബ്രാഹത്തിന്റെ ലൈഫിൽ നോക്കിയാലും അബ്രാഹത്തിന് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ദൈവം പറഞ്ഞതുകൊണ്ട് സ്വന്തം പുത്രനെ ബലി കഴിക്കാൻ അവിടുന്ന് തീരുമാനിച്ചത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ അനുഷ്ഠിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാണ് ദൈവകൽപ്പനകൾ. അപ്പൊ അതനുസരിക്കുന്നത് വഴി എന്തുകൊണ്ടും അത് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ എപ്പോഴും എന്തും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. നല്ല അടിപൊളി കൈയ്യടി കിട്ടിയില്ലേ? താങ്ക് യു സെലിൻ. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. അതായത് പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും അനുസരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പനമ്മ പറയുന്നതൊക്കെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കാറില്ല എന്ന് പറഞ്ഞേട്ടാ ഒരാള്. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ. എപ്പോഴല്ല, വല്ലപ്പോഴും ഒക്കെ. എന്താണ് അത് നമ്മൾ അനുസരിക്കാത്തതിന്റെ റീസൺ എന്താണ്? നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോ അതിനെ പ്രതി വിഷമിക്കാറുണ്ടോ? പിന്നീട് ഇടയ്ക്ക് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. അതാണ്, അതായത് പല സമയത്തും നമ്മള് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് തോന്നാറുണ്ട് അല്ലെ, അപ്പം പറഞ്ഞത് കേൾക്കായിരുന്നു, അമ്മ പറഞ്ഞത് കേൾക്കായിരുന്നു, മാഷ് പറഞ്ഞത് കേൾക്കായിരുന്നു, ടീച്ചർ പറഞ്ഞത് കേൾക്കായിരുന്നു, ഈശോ പറഞ്ഞത് കേൾക്കാമായിരുന്നു. ബൈബിളിലെ ഏതൊക്കെ സംഭവങ്ങളിൽ അനുസരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്? വായോ ഓടി വായോ. പേരെന്തായിരുന്നു? ഏഞ്ചലിന്റെ മറുപടി നമുക്ക് കേൾക്കാം. മാതാവ് ദൈവം പറഞ്ഞു വിട്ട മാലാക വഴി അനുസരിച്ച് ഈശോയ്ക്ക് ജന്മം നൽകി. ഒരു കിട്ടില്ല കൈ കൊടുത്തേ. ഇനിയുണ്ടോ വേറെ? ഓക്കെ, പോരട്ടെ. സാവൂൾ രാജാവ് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് സാമുവേൽ പ്രവാചകനെ വിട്ട് ദൈവത്തിന്റെ പ്രതിഷേധം അറിയിച്ചു. ഓക്കെ, അടുത്തത്. അബ്രാഹാം തന്റെ മകനെ ബലിയർപ്പിച്ചു. ദൈവം പറയുന്നത് കേട്ടിട്ട്. അടിപൊളി. അടുത്തത്. ഈശോ കുരിശുമരണം വഹിച്ചു. ഓക്കെ, മതി. ഇനി തീരില്ല കേട്ടോ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അനുസരണത്തിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ കേൾക്കാണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞതാട്ടോ. നിങ്ങളിപ്പോ മാതാവിന്റെ പള്ളി ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്. ആദ്യം പറഞ്ഞ കാര്യമാണ്. ആദ്യം പറഞ്ഞ ആ ഇൻസിഡന്റ് ഒന്നുകൂടി പറയോ? മാതാവ് മാലാക പറയുന്നത് കേട്ട് ഗർഭം ധരിച്ചു. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ഓക്കെ, ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ദൈവം ആരെ വിട്ടു? ഒരു ദൈവദൂതനെ മാതാവിന്റെ അടുത്തേക്ക് വിട്ടു. ബൈബിള് വായിച്ചിട്ടില്ലേ നിങ്ങള്? ഈ ഇൻസിഡന്റ് അറിയില്ലേ? ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനുസരണ നമുക്ക് നല്ലൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്ന ഏഞ്ചലിന് ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. ഗംഭീര കൈഡി. മുതിർന്നവരെയും അധ്യാപകരെയും അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു മിടുക്കൻ കൈപ്പൊക്കിയിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മുതിർന്നവരെയും അധ്യാപകരെയും അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? പേരെന്തായിരുന്നു? ആബേലാണ് കേട്ടോ ഉത്തരം പറയാൻ പോകുന്നത്. സന്തോഷവും അനുസരണ വഴി നമുക്ക് അനുഗ്രഹവും സന്തോഷവും ലഭിക്കുന്നു. ദൈവകൽപ്പനയിൽ ദൈവം നമ്മോട് പറയുന്നുണ്ട്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. മുതിർന്നവരെയും അധ്യാപകരെയും അനുസരിക്കുന്നത് വഴി നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് അടുക്കാൻ സാധിക്കും. നല്ലൊരു കാര്യം. ഇതെന്തറിയോ? ആദ്യം പറഞ്ഞാണ് അനുസരണ വഴി നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് പറയണേ? സന്തോഷം ലഭിക്കുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്. പക്ഷെ അതിലൊരു വലിയ കാര്യം ഉണ്ട് കേട്ടോ. ആരെങ്കിലും ജീവിതത്തിൽ സങ്കടം മാത്രം വരാൻ വേണ്ടി ആരെങ്കിലും ജീവിക്കണ്ടോ ഇവിടെ? ഉണ്ടാ? അയ്യോ, എനിക്ക് രാവിലെ എണിച്ചിട്ട് കുറച്ച് സങ്കടം കിട്ടി കഴിഞ്ഞ ഉപകാരമായിരുന്നു. ആരെങ്കിലും പറയാറുണ്ടാ? എന്താ വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും? സന്തോഷം. ഒരു ഉദാഹരണം പറഞ്ഞത്, അനുസരിച്ചാൽ മതി. പല കാര്യങ്ങളും അനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സന്തോഷം കിട്ടും. ക്ലിയർ ആയോ? നല്ലൊരു കൈഡ് കൊടുക്കാൻ വേണ്ടിക്കന്. പേരെന്തായിരുന്നു? എന്റോണിയോ ആണ് കേട്ടോ ഉത്തരം പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം കേൾക്കാം. ഈ ഭൂമിയിൽ നമ്മെ ദൈവം പരമേൽപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിലാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അവരെ ബഹുമാനിക്കാനും അനുസരിക്കാനും നാം കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അധ്യാപകരാണ് നമ്മുടെ നന്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി
അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമ്മുടെ സപ്പോർട്ട് വേണം. അത്രേ ഉള്ളൂടാ, നമ്മുടെ സപ്പോർട്ട് വേണം. കാരണം നമ്മൾ അവരനുസരിക്കുന്നതിലൂടെ അവര് നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോർട്ട് ചെയ്യാണ്. അല്ലേ? നമ്മുടെ അന്റോണിയക്ക് ഒരു കിട്ടില്ല കൈ കൊടുത്തത്. സത്യം പറഞ്ഞ് നമ്മൾ കാണപ്പെടുന്ന അല്ലെ, നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിട്ട ആൾക്കാരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. കാണപ്പെടുന്ന ദൈവമാണ്. ഓക്കെ, നമ്മുടെ അപ്പനും അമ്മയും അല്ലടോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലേ? എന്താ സംശയം അല്ലേ? അപ്പോ അവരനുസരിക്കാതെ അവരെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ? നിങ്ങൾ ഓരോ സമയത്തും നിങ്ങളുടെ ബാല്യകാലം മുതല് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവര് വളർത്തി കൊണ്ടുപോകുന്നുണ്ടാവുക, അല്ലെ? വല്ല നന്ദി കാണിക്കാറുണ്ടാ? അതായത് അത്രയും മനോഹരമായിട്ട് നിങ്ങളെ പൊന്നെ കരളേ എന്ന് പറഞ്ഞിട്ട് നോക്കിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അല്ലെ, ഇച്ചിരി പോകുന്ന ഇതിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങളിപ്പോ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കി എടുത്ത ആൾക്കാർ നിങ്ങളുടെ മാതാപിതാക്കളാണ്. അപ്പൊ അവരെയല്ലേ നമ്മൾ ആദ്യം അനുസരിക്കേണ്ടത്. അവരെ വേദനിപ്പിക്കാൻ പാടുവോ? ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോയിന്റ് കറക്റ്റ് അല്ലേ? ആന്റോണിയോ പറഞ്ഞത് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അധ്യാപകര്, നമ്മളെല്ലാവരും പലപ്പോഴും ഓർക്കാത്ത ആളുകളാണ് ഈ അധ്യാപകര്. അതായത് ഒരു ടൈം കഴിഞ്ഞു, 1ാം ക്ലാസ് കഴിഞ്ഞത് കഴിഞ്ഞു, 2 കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഇപ്പൊ ഈ നിൽക്കുന്നതിന്റെ രണ്ടറ്റത്തായിട്ട് നിൽക്കുന്ന അധ്യാപകർക്ക് ഇന്ന് പല പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വല്ല കല്യാണം ഉണ്ടാവും, അതുണ്ടാവും, എല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. ഇടവകയിൽ എത്ര മാതാപിതാക്കളുണ്ട്, അതിൽ എത്ര പേര് മുന്നോട്ട് വന്നു. ആ മുന്നോട്ട് വന്നവരാണ് ഇവര്. അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണ്ടേ? അല്ലേ? അപ്പൊ ആ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണ്ടേ? ആ കാര്യമാണ് ആര് പറഞ്ഞത്? ആന്റോണിയ. അപ്പൊ ആന്റോണിയക്ക് ഒരിക്കൽ കൂടി ഒരു ഗംഭീര കൈ കൊടുക്ക്. താങ്ക് യു. അനുസരണക്കേട് കാണിക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? കൈവയ്ക്കോ. അനുസരണക്കേട് കാണിക്കുന്നതിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? വരൂ. പല്ലിശ്ശേരി ഇടവകയിലെ ഒരു മാലാഖ കുട്ടിയാണ്. അപ്പൊ നമുക്ക് പേരെന്തായിരുന്നു? ജിയന്നയാണ് ഉത്തരം പറയാൻ പോണേ കേട്ടാ. ജിയന്നയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കാണ്ടിരിക്കുമ്പോ എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോ ഒരു കുറ്റബോധം തോന്നും. അനുസരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പോയി സോറി പറയാറുണ്ട്. പിന്നെ ഞാൻ മാതാവിന്റെ അടുത്ത് ചെന്ന് പറയും, മാതാവ് ഞാൻ അനുസരിച്ചില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പേരെടുത്ത് പോയി പറയും. ഇതേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ക്യൂട്ട്നെസ്സോട് കൂടിയിട്ട് മറുപടി പറയുന്നുണ്ട് ജിയന്ന. അടിപൊളി. നല്ലൊരു കൈ കൊടുത്തേ. ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവമക്കളായി വളരുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ലെ? ഒരു മിടുക്കൻ കൈവക്കിയിട്ടുണ്ട്. നമുക്ക് അവന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. വരൂ. പേരെന്താണ്? അനോഷാണ് വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഒരെണ്ണുള്ളൂ. വെല്ലുവിളികളില്ല, വെല്ലുവിളി ഒരെണ്ണുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പൊ ഒരെണ്ണം നമുക്ക് കേൾക്കാം. സാത്താന്റെ പ്രേരണ. എടാ കയ്യടിക്കണോ? ഇവനെ പറഞ്ഞാലും. അതായത് സംഭവം ശരി കേട്ടോ. അനുസരണക്കേട് കാണിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആളാരാണ്? കറക്റ്റ് അല്ലേ ആള് പറഞ്ഞത്? അതായത് നമ്മൾ അനുസരണക്കേട് കാണിക്കാനായിട്ട് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സാത്താന്റെ പ്രേരണയാണ്. നമുക്ക് അനുസരിക്കേണ്ട മക്കളെ അനുസരിക്കേണ്ട, അപ്പം പറഞ്ഞത് കേൾക്കരുത്, അമ്മ പറഞ്ഞത് കേൾക്കരുത്. ഇതാണ് പ്രേരണ, അല്ലെ? അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് തെറ്റാണ്, അപ്പം പറഞ്ഞത് തെറ്റാണ്, മാഷ് പറയുന്നത് തെറ്റാണ്, അല്ലെ എന്ന് പറയുന്ന ആ പ്രേരണ അവിടെ ഉണ്ടാവും കേട്ടോ. നല്ല കിട്ടില്ല ആൻസർ. നല്ലൊരു കൈഡി കൂടി കൊടുക്കാം. റെഡി. താങ്ക് യു. ഇനി അടുത്ത ആരാ വരണേ? എന്തൊക്കെയാണ് വെല്ലുവിളികള് അനുസരിച്ച് ജീവിക്കുമ്പോ? യെസ്, ഒരു മിടുക്കി വരുന്നുണ്ട്. വരൂ. പേരെന്തായിരുന്നു? അലീന ആന്റോ ആണ് ഇതിനുള്ള മറുപടി പറയുന്നത്. നമുക്ക് കേൾക്കാം. മെയിനായിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ പ്രലോഭനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൽ ജീവിക്കാം എന്നൊരു തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പ്രലോഭനങ്ങളെക്കാൾ ഏറെ പ്രലോഭനങ്ങളാണ് നമുക്ക് വരിക. കാരണം എങ്ങനെയെങ്കിലും നമ്മളെ വീണ്ടും പഴയ രീതിയിലേക്ക് മാറ്റണം എന്നൊരു തീരുമാനം മറ്റു ശക്തികൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയും ദൈവത്തിൽ നിന്ന് അകലുവാനുള്ള കുറെ പ്രലോഭനങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദൈവകൽപ്പന അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുമ്പോൾ കുറെ സഹനങ്ങളും വരും. പക്ഷെ അതിനെയെല്ലാം തളരാതെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. അപ്പൊ ഈ പ്രലോഭനങ്ങളെ ഒക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ദൈവത്തിന്റെ അടുത്തെത്താൻ. പറയേണ്ടി വന്നില്ല. കാരണേ ടീച്ചേഴ്സിനോടൊക്കെ പറയാനുള്ളത് അടുത്ത വാഗ്ദാനം കേട്ടോ, കാറ്റഗറിയിലേക്ക് ഉറപ്പാ. അപ്പോ ഈ ഇടവക എന്ന് പറയുമ്പോൾ തികച്ചും സ്പെഷ്യലാണ്. കഴിഞ്ഞ വർഷം ബോണ്ണത്താലയില് പ്രൈസ് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഡാൻസിന്. അപ്പോ യെസ്, അപ്പൊ ആ എനർജിയോട് കൂടിയിട്ടുള്ള ഒരു കിടിലൻ ഡാൻസ് നമുക്ക് കാണാം. കാന
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളോട് നിങ്ങളടുത്ത് ചോദിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഇതിന് സമ്മാനം ഉണ്ട് കേട്ടോ. റെഡി? അതാണ് പവർ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രം ഏതാണ്? ആദ്യത്തെ കൈത് അവിടെ 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 വരൂ 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 വരൂ. ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രം ഏതാണ്? ലൂർദ്. ലൂർദാണോ? ഒന്നുകൂടി ആലോചിക്കേ. ആണോ? എടോ ആണ്, ലൂർദാണ്. നല്ലൊരു കൈഡി. എന്താ സംശയം? ഇനി ആര് ചോദിച്ചാലും പറഞ്ഞോ. ഓക്കെ, ലൂർദാണ്. അപ്പൊ നമുക്ക് കിഡിലൻ സമ്മാനം കൊടുക്കാം. ഈ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടേ ഞാൻ ഒരാളവിടെ ഇൻവൈറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ പല്ലിശ്ശേരി ഇടവകയിൽ 45 വർഷത്തിനേറെയായിട്ട് പ്രവർത്തിച്ച ഒരു മാഷ് ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഇന്നും മാഷ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഷിനെ എത്രയും സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നല്ലൊരു കൈഡി കൊടുത്തേ. മാഷ്ക്ക് 93 വയസ്സായി എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ട്. 92. അയ്യോ, ഒരു വയസ്സ് ഞാൻ കൂട്ടി പറഞ്ഞു. 92 എന്ന് ഞാൻ വയസ്സ് ചോദിക്കുമ്പോൾ വയസ്സ് 92 പറയുന്നതിന് മുമ്പ് ഞാൻ അവരെ കുടുക്കലാക്കുന്ന ഒരു ചോദ്യം അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. എൻ്റെ വയസ്സ് 33,786.
എന്താണ് അതങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ കാരണം ഞാൻ ബൈബിള് വായിച്ചു വന്നപ്പോൾ സങ്കീർത്തനത്തിൽ 90:12 എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നൊരു ഭാഗം ഞാൻ വായിച്ചു. അപ്പം ഞാൻ എൻ്റെ ആയുസ്സിൻ്റെ ഇന്ന് വരെയുള്ള എൻ്റെ ആയുസ്സിൻ്റെ ദിനമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ആരും നോക്കാത്ത ഒരു കാര്യം. അതിൽ ഞാൻ സന്തോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമാണ്. പക്ഷെ ഞാൻ ഈ ഓരോ ദിവസവും പാതിര കഴിഞ്ഞാൽ, ഞാൻ ഒരു പക്ഷേ ഉറങ്ങി എണീറ്റ് പാതിര കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിലേക്ക് ഞാൻ കടന്നു. അപ്പം ഞാൻ എൻ്റെ ഡയറിയിൽ നാളത്തെ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ദിവസം കൂട്ടി എഴുതും. അപ്പോൾ ഞാൻ കിടക്കയിൽ നിന്ന് എണീറ്റ് എന്നെ താഴത്ത് കാല് കുത്തിക്കുന്നത്, ഞാൻ കാല് കുത്തുന്നത് ഞാനല്ല, ദൈവം എന്നെ ഒരു ദിവസം കൂടി ജീവിക്കാൻ അനുവദിച്ചു. അതിലുള്ള സന്തോഷമാണ് എനിക്ക്. അപ്പോൾ അതിന് ഞാൻ നന്ദി പറയാൻ ഓരോ ദിവസം ദൈവത്തിന് എനിക്ക് ഓർക്കാൻ പറ്റും. വേദോപദേശം പഠിപ്പിക്കുന്ന ഈ നീണ്ട കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആദ്യ കാലഘട്ടത്തിലൊന്നും ഞാൻ ബൈബിളിനോട് എനിക്ക് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നില്ല. ഈ അവസാന കാലത്താണ് ഞാൻ ബൈബിള് താഴെ വെക്കില്ല. ഇപ്പം ഞാൻ ബൈബിള് ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ വചനം. ഞാൻ ഈ കാറ്റഗിസം പഠിപ്പിക്കാൻ ഒരു വിധത്തിലും യോഗ്യനല്ല. ഈ ഇടവകയിൽ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ബോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു വെറും ബോഷനായ എന്നെ ദൈവം വിളിച്ചതുകൊണ്ട്, എന്നെ വിളിച്ചവിടെ ആക്കിയത് കൊണ്ട് ഞാനങ്ങനെ ഇത്തരം കൊല്ലം എനിക്കതിനുള്ള യോഗ്യതയിട്ടല്ല, ഞാൻ അങ്ങനെ ആ സ്ഥാനത്ത് ഇരുന്നു മാത്രം. ഞാൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്, സന്തോഷം എനിക്കുണ്ട്. മാഷ്ക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം. ഈ ഇടവകയുടെ ഭാഗത്തുനിന്നും ശാലോമിന്റെ ഭാഗത്തുനിന്നും മാഷെ ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ഞാൻ ഈ ഇടവകയിലെ ശാലോമിൻ്റെ ഏജന്റാണ്. ഈ ശാലോം TV തുടങ്ങുമ്പോഴും ശാലോം ടൈംസ് തുടങ്ങിയപ്പോഴും ശാലോമിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ എൻ്റെ ജീവൻ മുഴുവൻ ശാലോമിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശാലോമിൻ്റെ വിജയം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇത്ര നാള് ശാലോമിന് വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പോ ശാലോമിലൂടെ മാഷിനെ എന്തായാലും ലോകം കാണാൻ പോവാണ്. അപ്പോ ഞങ്ങളുടെ എല്ലാവരും ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി പറയുന്നു. ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. മരിച്ചാലും മറക്കില്ല ട്ടോ എന്ന് പറഞ്ഞ വിശുദ്ധാര് ഫസ്റ്റ് ഇറങ്ങി വന്നു. നമുക്ക് ഇറങ്ങി വന്ന് ഉത്തരം പറയാം. മരിച്ചാലും മറക്കില്ല ട്ടോ എന്ന് പറഞ്ഞ ഏവ്രാസിമയാണ്. പേരെന്തായിരുന്നു? ഹെൽന റോസ് ആണ് ഉത്തരം പറഞ്ഞത്. ഹെല്ലേക്ക് നല്ലൊരു കൈ കൊടുക്കാം. ടീച്ചറോട് ഒരു ചോദ്യം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ടീച്ചർക്ക് അറിയാലോ, അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ ആ അഡിക്ഷൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കുട്ടികളെ ഒന്നുകൂടി അതിൽ ബോധവൽക്കരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്? പലതരത്തിലുള്ള അഡിക്ഷനുകളിലാണല്ലോ ഇവർ വരുന്നത്. അപ്പോൾ വചനം എഴുതാനായിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കുമ്പോഴുള്ളൊരു സുഖവും മറ്റുള്ള സുഖങ്ങളും തമ്മിലുള്ള പരമാവധി എക്സ്പീരിയൻസുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തും അനുഭവിച്ചാലേ ആണ് അത് മനസ്സിലാകുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ആരാധനയിൽ ഇരുത്താനായിട്ട് നോക്കുന്നുണ്ട്. എത്രത്തോളം അതിൽ ഇപ്പോൾ 10 കുട്ടിയാണെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ആൾക്കാർ കൂട്ടുകാർക്കായാലും അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ മറ്റ് സമയങ്ങൾ ഒക്കെ അവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിക്കോട്ടെ, പക്ഷെ ഇതാണ് ഒരു ആനന്ദം. അത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ആ വ്യത്യാസം മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മറിയം ത്രേസ്യയുടെ ജന്മസ്ഥലം എവിടെയാണ്? കുഴപ്പമില്ല, വരൂ. ജിയന്ന 2-3 വട്ടമായി വരുന്നു. ജിയന്ന ഇതിനുള്ള ഉത്തരം പറയും, എനിക്ക് ഉറപ്പാ. ജിയന്ന പറഞ്ഞോളൂ. കുഴിക്കാട്ടുശ്ശേരി. അടിപൊളി, നല്ലൊരു ഐഡിയ കൊടുക്കാം. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഇടയില് ഞാനൊരു സിസ്റ്ററെ കാണുന്നുണ്ട്. സിസ്റ്റർ യെസ് സിസ്റ്റർ പ്ലീസ് കം. നല്ലൊരു ഐഡിയ കൊടുക്കാം. എന്റെ പേര് സിസ്റ്റർ സാന്നിധ്യ. ആക്ച്വലി ഇവിടെ ദൈവവിളിയെ പറ്റിയിട്ടൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ദൈവവിളിയെ പറ്റിയിട്ടുള്ള ഒരു മൊത്തത്തിലൊരു കുറവാണല്ലോ നമ്മൾ എല്ലാ ഇടവകയിലും കാണുന്നത്. ശരിയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെ, ഈ കാലഘട്ടത്തിൽ. അപ്പൊ എന്താണ് അതിനനുസരിച്ച് ദൈവവിളിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ജീവിത സാക്ഷിയായിട്ട് മാറുക.
അല്ലാണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് വലിയ ഉപദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു മോഡലായിട്ട് മാറുമ്പോഴാണ് അവർക്കൊരു പ്രചോദനമാകാം. അവർക്കൊരു മാതൃക അവരുടെ കുടുംബത്തിൽ നിന്നും നമ്മളായിരിക്കുന്ന നമ്മുടെ ഇടവകയിൽ നിന്നും കിട്ടുമ്പോഴാണ് അവർക്ക് ദൈവവിളിയിൽ ആഴപ്പെടാനായിട്ട് സാധിക്കുക. കെട്ടുറപ്പുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നും വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിന്നും നല്ല ബോധ്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ദൈവവിളി തിരിച്ചറിയാമെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഒരു പള്ളിയിലച്ഛൻ, ഒരു പുരോഹിതൻ കുഷ്ഠരോഗികളുടെ കൂടെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് അവസാനം കുഷ്ഠരോഗിയായി തന്നെ മരിച്ചുപോയി അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. ആരാണ് അദ്ദേഹം? വരൂ. ഓക്കെ, പേരെന്തായിരുന്നു? ബെനീറ്റയാണ് ഉത്തരം പറയാൻ പോകുന്നത്. ഉത്തരം ഫാദർ ഡാമിയൽ. ശരിയാണോ? ഫാദർ ഡാമിയലാണ്. വേറെ ഉത്തരം കൂടി കേട്ടു, അതുകൊണ്ട് ചോദിച്ചേ. ആണോ? ശരിയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം ബെനീറ്റയ്ക്ക്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന അധ്യാപികയെ വിളിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ. വരും മേഡം. നല്ലൊരു കൈഡി. ശാലോമിന്റെ സൺഡേ ചാറ്റ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? ഈ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്ന് പറയാമോ? ആദ്യം തന്നെ ശാലം ടിവിക്ക് നന്ദി പറയാണ്. ഇത്രയും നല്ലൊരു ദൈവാനുഭവം ഞങ്ങൾക്കായി കാഴ്ചവെച്ചതിന്. ഇവിടുത്തെ കുട്ടികളെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ബെഥൽ, കാർമൽ, ജോർദാൻ എന്നിവയാണ് ഈ ഗ്രൂപ്പിൻ്റെ പേരുകൾ. ഇതിനനുസരിച്ച് ഗ്രൂപ്പിലെ പോയിന്റിൽ കയറുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, ലോഗോസിൻ്റെ പങ്കാളിത്തം, അതുപോലെ തന്നെ അച്ചടക്കം. ഇതിൻ്റെ വികാരിയച്ഛനാണ് നേതൃത്വം നൽകി വരുന്നത്. അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകി വരുന്നുണ്ട്. ഇതിനനുസരിച്ച് കുട്ടികൾക്ക് ആത്മീയമായ ഉണർവ് ഉണ്ടാകുന്നതിന് ഈ ഗ്രൂപ്പ് പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അതിലെ എല്ലാ ക്രിസ്തുമസിനും കുട്ടികൾ അവിടെ സന്ദർശിക്കുകയും രോഗികൾക്കായിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്യാറുണ്ട്. ഇത് വളരെ നല്ല അനുഭവമായിട്ട് അവർ പറയാറുണ്ട്. മാത്രമല്ല അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, അതായത് തേയില, പിന്നെ പഞ്ചസാര, അരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാറുണ്ട്. അത് അവർക്ക് വളരെ വലിയ പിന്തുണയാണ്. മാത്രമല്ല വിശുദ്ധരുടെ സ്ഥലം ഇവർ സന്ദർശിക്കാറുണ്ട്. മറിയം ത്രേസ്യ, അതുപോലെ തന്നെ യുപ്രാസ്യമ, ഇവരുടെ സ്ഥലങ്ങളൊക്കെ ഇവരെ സന്ദർശിച്ച് കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് വളരെ നല്ല അനുഭവമാണ്. എല്ലാ കുട്ടികൾക്കും പേഴ്സ് ഉണ്ട്. അതിലെല്ലാ ഞായറാഴ്ചയും അവർക്ക് പറ്റുന്ന തുക വിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വലുതായാലും ദശാംശം കൊടുക്കുന്നതിനുള്ളൊരു പ്രേരണയായിട്ട് അത് വരുന്നുണ്ട്. ലോഗോസ് പരീക്ഷയ്ക്കും ഫൊറോന ലെവലിൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ പങ്കാളിത്തത്തിനുള്ള സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അടിപൊളി. എനിക്കിതിൽ 2 കാര്യങ്ങൾ എടുത്തു പറയാനായിട്ട് തോന്നി. ഒന്ന്, ഇവർക്ക് കൊടുത്തിരിക്കുന്ന പേഴ്സ്, ഒരു കുട്ടിക്ക് ഒരു പേഴ്സ് വീതം കൊടുത്ത് ആ സ്വസ്ത്ര കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് എനിക്ക് തോന്നുന്നു ഞാൻ കേൾക്കുന്നതിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവകയിൽ, ചിലപ്പോൾ ഉണ്ടാവാം, ബട്ട് ഞാൻ കേൾക്കുന്നതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. അത് ഓട്ടോമാറ്റിക്കലി മാതാപിതാക്കൾ മാത്രമല്ല അധ്യാപകരായിട്ടുള്ള നിങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമത്തെ കേസ്, കുറെ ഇടവകകളുണ്ട് ഗ്രൂപ്പുകളായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ. അത് നല്ലതാണ്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ വഴി ഇവർ ഈശോയിലേക്ക് എടുക്കുന്നു. താങ്ക് യു സോ മച്ച് ടീച്ചർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ മനോഹരമായിട്ട് ഇവിടുത്തെ കുട്ടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടുത്ത ആഴ്ച വേറൊരു ടോപ്പിക്കായിട്ട് മറ്റൊരു ഇടവകയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.